ഹായ് ഫ്രണ്ട്സ്, പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കാഴ്ചകൾ നമ്മുടെ തായ്ലൻഡിലെ പട്ടായയിലുള്ള അണ്ടർ വാട്ടർ വേൾഡിലാണ്. പട്ടായയിൽ പോകുമ്പോൾ സന്ദർശിക്കാവുന്ന ഒരു പ്രധാന സ്ഥലമാണ് കേട്ടോ അണ്ടർ വാട്ടർ വേൾഡ്. നമ്മൾ വലിയൊരു ഗ്ലാസ് ടണലിലൂടെ നടക്കുമ്പോൾ പലതരം കടൽ ജീവികളെയും വർണ്ണാഭമായ പവിഴപ്പുറ്റുകളെയും ഒക്കെ കാണാട്ടോ. ഇത് ഒരു വലിയ അക്വേറിയമാണ്. ഇവിടെയുള്ള 105 മീറ്ററിലധികം നീളമുള്ള വലിയ ആക്രിലിക് ടണലിലൂടെ നടക്കുമ്പോൾ ഉണ്ടല്ലോ 180 ഡിഗ്രിയിൽ നമുക്ക് കടൽ ജീവികളെയൊക്കെ കാണാം കേട്ടോ. പിന്നെ വർണ്ണാഭമായ പവിഴപ്പുറ്റും വിവിധതരം കടൽ മത്സ്യം എല്ലാം ഇവിടെ ഉണ്ട്. നമുക്ക് കടലിൽ മുങ്ങിയിട്ട് നോക്കുന്ന ഒരു അനുഭവം തന്നെയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടണത്. ഈ ആക്രിലിക് ടണൽ എന്ന് പറയുന്നത് കടലിൻ്റെ അടിയിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് നല്ല സുതാര്യമായ കാഴ്ചകൾ നൽകുന്ന ഒരു ടണലാണ് കേട്ടോ. തിമിംഗലം, സ്രാവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. നമ്മൾ പട്ടായയിൽ തന്ന് കുറേ ഒന്നും തപ്പി തിരഞ്ഞ് നടക്കണ്ട. നമ്മുടെ ഈ പട്ടായയിലുള്ള ഏക ആധുനിക അക്വേറിയം ഈ ഒരെണ്ണം മാത്രമാണ്. ഇത് കൂടാതെ നമുക്കിവിടെ കടന്നു ചെല്ലുമ്പോൾ നല്ലൊരു ഷോപ്പിംഗ് അനുഭവമൊക്കെ ഉണ്ട് കേട്ടോ. പലതരം സംഭവങ്ങളൊക്കെ ഇവിടെ ഷോപ്പിങ്ങിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. जब इसको भूख लगती है तो ये पानी पीती है, मतलब पानी के साथ मछली भी आ जाती है ना नीचे। अच्छा, वो अपने ये जो ये बाहर आ रहा है वो पानी से वो पानी को निकाल देती है। मम्मा मैं डर गया है, फिश खाना पड़ता, मैं डर गया। എങ്ങനെയുണ്ട് ടണലിലെ കാഴ്ചകൾ? ഇതൊക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇവിടെ നല്ലൊരു ഷോപ്പിംഗ് അനുഭവം കേട്ടോ. ഡ്രസ്സുകൾ, ഷൂസ്, അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങൾ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ലേഡീസിൻ്റെ മെയിൻ സാധനങ്ങളായ കമ്മൽ, മാല അങ്ങനെയുള്ള ഐറ്റംസും ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ ഈ അണ്ടർ വാട്ടർ വേൾഡിലെ അനുഭവങ്ങൾ? സൂപ്പറായിട്ടില്ലേ? കാഴ്ചകൾ ഇഷ്ടമായാൽ എല്ലാവരും കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കണ്ട കേട്ടോ. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റിൽ എഴുതണേ. ഇനിയിപ്പോൾ തായ്ലൻഡിലെ അടുത്ത വീഡിയോ ഏതാണെന്നല്ലേ, അത് ഞാനിപ്പോൾ പറയാം കേട്ടോ ഏതാന്ന്. ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതിൻ്റെ പുറത്തേക്കൊന്ന് കടന്നോട്ടെ. ഓക്കെ, അടുത്തത് നമ്മൾ കാണാൻ പോണത് എവിടെയാണെന്നറിയൂ? സാങ്ച്വറി ഓഫ് ട്രൂത്ത്. ഇതെന്താണ്? ഇതൊരു ക്ഷേത്രമോ കൊട്ടാരോ ഒന്നുമല്ല കേട്ടോ. ഒരു രാജ്യത്തിൻ്റെ തത്വചിന്ത, കല, സംസ്കാരം എന്നിവയെ സൂചിപ്പിക്കുന്ന ഒരു മ്യൂസിയമാണിത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഈ എപ്പിസോഡ് കാണണേ. ഓക്കെ, താങ്ക് യു.